എല്ലാവർക്കും നമസ്കാരം. ഗുഡ് സമാരിറ്റൻ ഇൻ മൈ ലൈഫ് എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായൊരു അനുഭവമാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി എൻ്റെ അമ്മച്ചിയുടെ കല്യാണ സമയത്ത് അമ്മച്ചിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഉള്ളത് കൊണ്ട് അമ്മച്ചീനെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞപ്പം അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. അമ്മച്ചിയുടെ ജോലി സ്ഥലവും വീടും തമ്മിൽ ഒരു 14 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയുടെ ആ ഒരു ജോലി വിവാഹശേഷം തുടർന്നുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അങ്ങനെ അമ്മച്ചിക്ക് ആ ജോലി കളയേണ്ട വന്നു. അതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അമ്മച്ചി ഭയങ്കരമായിട്ട് കൂലിപ്പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ വയലിലും കരിമ്പ് അങ്ങനെ നെല്ല് കപ്പ അങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്ത് കൃഷി സ്ഥലത്ത് കിടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക. നല്ലോണം പഠിച്ചതായിരുന്നു. പക്ഷേ അമ്മച്ചിക്ക് ആ ജോലി കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ഭയങ്കര കഷ്ടപ്പാടായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അമ്മച്ചിക്ക് ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഗവൺമെൻറ് ജോബിൻ്റെ ഒരു ട്രെയിനിങ് ഇതിൻ്റെ ഒരു ഇത് കിട്ടി. അങ്ങനെ വന്ന് അമ്മച്ചി ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ്. അന്ന് അവിടുത്തെ മഠത്തിലുള്ള ഒരു സിസ്റ്ററും ഞങ്ങളുടെ അപ്പച്ചൻ്റെ ഒരു പെങ്ങളും മാത്രമാണ് അമ്മച്ചിയെ സപ്പോർട്ട് ചെയ്തത്. ബാക്കി എല്ലാവരും പിള്ളേരിട്ടിട്ട് ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്, അപ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അമ്മച്ചിയെ എല്ലാവരും വിമർശിക്കുകയൊക്കെ ചെയ്തപ്പോഴും അപ്പച്ചൻ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അമ്മച്ചി ആ ട്രെയിനിങ്ങിന് വേണ്ടി തിരുവനന്തപുരത്തിന് പോകുന്നു. അങ്ങനെ ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പച്ചൻ രാവിലെ പണിക്ക് പോയാൽ വൈകിട്ടാണ് വന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നല്ലോണം നോക്കുമായിരുന്നു. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. കാരണം ചെറുപ്പം മുതൽ അപ്പച്ചനും അമ്മച്ചിക്കും കഷ്ടപ്പാടായതുകൊണ്ട് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അപ്പച്ചനും അമ്മച്ചനും എല്ലാ കാര്യത്തിലും അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ എനിക്ക് എപ്പോഴും വിഷമമാണ്. എന്തോരം ബുദ്ധിമുട്ടാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. വീട്ടിൽ എന്ത് കാര്യം എന്നൊക്കെ തരത്തിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാവോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. എനിക്ക് അതുപോലെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ. അങ്ങനെ അമ്മച്ചി വീട്ടിലില്ല. ഞാൻ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കി. ഞങ്ങൾക്ക് പശുവുണ്ട്, പശുവിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഞാൻ പഠനമെല്ലാം എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ഇതായിരുന്നു. പഠിച്ച് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം. അന്നൊക്കെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിയൊന്നുമില്ല. പഠിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും പഠിച്ചെടുക്കാനായിട്ട്. എന്നാലും ഞാൻ ഈ കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു സുഖമില്ല. 2-3 ദിവസമായി സുഖമില്ല. അപ്പച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചന് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പതുക്കെ ഒന്നും കുഴപ്പമില്ല ശരിയായിക്കോളും എന്ന് പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒട്ടും വയ്യ. 4ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പം തീരെ നടക്കാനും മേലെല്ലാം വേദനയെടുക്കുന്നു. വീടിൻ്റെ തൊട്ടടുത്തൊരു ആയുർവേദ കമ്പൗണ്ടറുണ്ട്. ആകപ്പാടെ അറിയാവുന്ന ആ പുള്ളി അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പം അന്ന് അവിടെ പോയി ആയുർവേദം മരുന്ന് മേടിക്കാമെന്ന് ഓർത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇതെന്നാ നിനക്ക് അപ്പനും അമ്മയൊന്നും ഇല്ലേ, ഇതെങ്ങനെ തന്നെ വന്നേക്കണം, ഇത്രയും വയ്യാതെ ഇങ്ങനെ തന്നെ വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ അപ്പോൾ അന്നൊക്കെ ഫോണെന്ന് പറഞ്ഞാൽ ഈ മഠത്തിൽ മാത്രമേ ഫോണുള്ളൂ. മഠത്തിലാണ് ഫോണുള്ളത്. അപ്പോൾ മഠത്തിൽ നിന്നാണ് നമുക്ക് മെസ്സേജൊക്കെ വരുന്നത്. അപ്പോൾ മഠത്തിലോട്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അപ്പച്ചനാണെങ്കിൽ അന്നേരം പണി കഴിഞ്ഞ് ഓടിപ്പിടിച്ച് വന്ന സമയത്താണ് ഇങ്ങനെ പണി കഴിഞ്ഞ് വീട്ടിൽ പെട്ടെന്ന് വന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തണമുള്ളതുകൊണ്ട് അപ്പച്ചന് വേഗം വരുമ്പോഴത്തേനാണ് അപ്പച്ചനെ മെസ്സേജ് ഇടുന്നത്. അപ്പച്ചൻ അന്നേരം ഓടി എൻ്റെ അടുത്ത് വന്നു. എന്ത് പറ്റിയെന്ന് അപ്പച്ചനും വേവലാതിയായിപ്പോയി. എന്നെ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഓടി വന്ന് അപ്പോൾ തന്നെ ഡോക്ടർ കുറേ വഴക്ക് പറഞ്ഞു. തന്നെ ഇത്രയും വയ്യാണ്ട് നടന്ന് വഴിക്ക് വല്ലയിടത്തും വീണ് പോകേണ്ടതായിരുന്നൊക്കെ പറഞ്ഞ് അപ്പച്ചനെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, പറയായിരുന്നില്ലേ മോളെ എന്ന് അപ്പച്ചനും എന്നോട് ഇപ്പം ജസ്റ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പച്ചനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അന്നേരം തന്നെ അവിടെ അടുത്തൊരു ചെറിയൊരു ക്ലിനിക്ക് പോലെ സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് അത്യാവശ്യം ബെഡുണ്ട്. 1-2 ഇങ്ങനെ ബെഡ് നമുക്ക് കിടക്കാനൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഇംഗ്ലീഷ് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ തമിഴ്നാട്ടിലെ ഡോക്ടറാണ്, തമിഴാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം, ഒരു രക്ഷയില്ല, അഡ്മിറ്റ് ആകാതെ പറ്റിയല്ലെന്ന് പറഞ്ഞ് അഡ്മിറ്റായി. പിന്നെ ആണ് മനസ്സിലായത് ടൈഫോയിഡ് ആണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് പ്രോഗ്രസ്സായി. എനിക്ക് ഭയങ്കര പനി കൂടി വരുമല്ലാതെ കുറയുന്നില്ല. അങ്ങനെ ഇങ്ങനെ ആൾക്കാരെ ഒന്നും തിരിച്ചറിയാത്തൊരവസ്ഥയിലേക്ക് മാറി. അപ്പം അന്ന് ഞാൻ മഠത്തിൻ്റെ തൊട്ടടുത്താണ് വീട്. അപ്പം മഠത്തിൽ നിന്ന് സിസ്റ്റേഴ്സ് പള്ളിയിലേക്ക് പോകണം ഞങ്ങളുടെ വീടിൻ്റെ അതിലെ കൂടെ. അപ്പം ഞാൻ അന്ന് കുഞ്ഞായിരിക്കുമ്പോൾ എന്നും പള്ളിയിൽ പോകും. അപ്പോൾ സിസ്റ്റർമാർ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു ആദ്യമൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി സിസ്റ്റർമാരെ വീട്ടിലെത്താറാകുമ്പോഴത്തേനും ഞാൻ റെഡിയാകും. അപ്പം അങ്ങനെ രാവിലെ തന്നെ പള്ളിയിൽ പോകും, പള്ളിയിൽ പാട്ട് പാടും, വായന വായിക്കും. സാറ്റർഡേ ആണെങ്കിൽ സൊഡാലിറ്റിയിലെ കാര്യങ്ങൾ, അത് കഴിഞ്ഞ്
പള്ളിയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഞായറാഴ്ച തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ശനിയാഴ്ച ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. അത് കഴിഞ്ഞ് ഉടനെ കാപ്പി സ്റ്റോറ്, തലയാറ് കാപ്പി സ്റ്റോർ രണ്ട് സ്റ്റേഷനുണ്ട്. അപ്പോൾ അവിടെ രണ്ടിടത്തും കുർബാനയുണ്ട്, ഞായറാഴ്ചയും ശനിയാഴ്ചയായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ലയങ്ങളാണ് എസ്റ്റേറ്റിൻ്റെ. അവിടെ നമ്മൾ ഓരോ വീടുകളിലും പോയി ആളുകളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വേണം കുർബാന നടത്താനായിട്ട്. അപ്പോൾ ആളുകളെ പോയി വിളിച്ചു കൊണ്ടുവരിക, കുർബാനയ്ക്ക് ഒരുക്കുക, കുർബാന മൊത്തം കൂടി സിസ്റ്റർമാരുടെ കൂടെ തന്നെ തിരിച്ച് വീട്ടിൽ വരിക. അപ്പോൾ അന്നൊക്കെ നമുക്ക് പുറത്തേക്ക് പോകാൻ കിട്ടുന്ന ആകപ്പാടെ ഞാൻ പോകുന്ന അവിടം വരെയാണ്. വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ അവിടെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർമാരുടെ കൂടെ പോകാൻ കിട്ടുന്ന അവസരമൊന്നും ഞാൻ ഒരിക്കലും പാഴാക്കാറില്ല. അതിനൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പോയി, അങ്ങനെ സിസ്റ്റേഴ്സിനൊക്കെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നുണ്ട്. ഇവരെല്ലാം സിസ്റ്റർമാരെല്ലാ പള്ളികളിലേക്കും സ്കൂളുകളിലേക്കെല്ലാം മെസ്സേജ് ഇട്ട് എല്ലാവരോടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ആൾക്കാർ എന്നെ കാണാൻ വന്നപ്പോഴൊന്നും എനിക്കിത് ആരും മനസ്സിലാകുന്നില്ല, ആരും തിരിച്ചറിയാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഒത്തിരി സീരിയസ് ആയി. അത് കഴിഞ്ഞ് അപ്പച്ചനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചനിങ്ങനെ ഡോക്ടറിൻ്റെ കാലെ പിടിച്ച് കരഞ്ഞു, ഭയങ്കര കരച്ചിലായിരുന്നു പറഞ്ഞു. എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചിനെ രക്ഷിക്കണം, എന്ത് വന്നാലും വേണ്ടി എൻ്റെ കൊച്ചിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ, തമിഴ്നാട്ടിലെ ഡോക്ടേഴ്സുമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ആരെയും വിളിച്ച് ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു 300 രൂപയുടെ ഒരു നേരത്തെ ഒരു ഗുളികയ്ക്ക് 300 രൂപയാണ്. അപ്പോൾ ആ ഗുളിക മേടിച്ച് നമുക്ക് നോക്കാം, ഇത് വേണം നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലോട്ട് വേറെ എവിടെയെങ്കിലും മെഡിക്കൽ കോളേജ് പോലെയുള്ള വേറെ എവിടെയെങ്കിലും കൊണ്ടുകൊണ്ട് വരും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ ആ മരുന്ന്, അന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു ബ്ലേഡിൻ്റെ പൈസ, അങ്ങനെ അവിടുത്തെ നിന്ന് പൈസയൊക്കെ മേടിച്ച അപ്പച്ചൻ അങ്ങനെ ആ മരുന്ന് മേടിപ്പിച്ചു. ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വ്യത്യാസമായി. ഇപ്പോൾ പറയാൻ വന്നത് ഇതൊന്നുമല്ല, എന്നെ ആ സമയത്ത് അപ്പോൾ ഞാൻ കുറേ ദിവസം ആബ്സെൻ്റായി. അത് കഴിഞ്ഞപ്പോൾ കണ്ണിൽ മൊത്തം കുരുവായി, കണ്ണ് വായിക്കത്തില്ല, കണ്ണിൽ നിന്ന് മൊത്തം വെള്ളം വരും, ഒട്ടും ബോർഡിലൊന്നും നോക്കത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. അപ്പോൾ തലമുടി മൊത്തം പോയി. ഒരു 3-4 മാസത്തേന് തലമുടിയില്ലായിരുന്നു. തലമുടി സ്കാർഫൊക്കെ കിട്ടിയാണ് പിന്നെ ക്ലാസ് വരാൻ തുടങ്ങി. എല്ലാവരും കളിയാക്കുമായിരുന്നു, മൊട്ടച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ എനിക്ക് മനസ്സിനും ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ആ മരുന്നിനൊക്കെ പഥ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പഥ്യം നോക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നാൽ പറ്റില്ല, അമ്മച്ചിയില്ല വീട്ടിൽ. പിന്നെ പകുതി സമയം വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് നോക്കില്ല. അപ്പോൾ അപ്പച്ചൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരി നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ അപ്പച്ചൻ്റെ വീട്ടിലാണ് കൊണ്ട് നിർത്തിയേക്കണത്. അപ്പോൾ പിന്നെ അപ്പച്ചൻ്റെ പെങ്ങൾ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. അവർ എല്ലാ കാര്യത്തിലും ഞങ്ങളെപ്പോഴും ഹെൽപ്പ് ചെയ്യുമായിരുന്നു, ഏറ്റവും ഉള്ള പെങ്ങൾ. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എൻ്റെ ഒരു ടീച്ചർ ഒരു തീരുമാനം എടുത്തു. ടീച്ചർ ഒരു ബുക്ക് കൊടുത്തിട്ട് ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞു, താല്പര്യമുള്ളവർ നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഓരോ ക്ലാസ്സിൻ്റെ നോട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ അന്നത്തെ എൻ്റെ ഫ്രണ്ട്സ് അവർ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അവർ എഴുതിയ നോട്ടുകൾ എനിക്ക് പകർത്തി, അങ്ങനെ ഓരോരുത്തരും പലരുടെ അവരുടെ നോട്ടുകളെല്ലാം അവർ പകർത്തി എനിക്ക് തന്നു. അപ്പോൾ എൻ്റെ ബുക്കിനകത്ത് പലരുടെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ സുധ എന്ന് പറഞ്ഞ എൻ്റെ അപ്പച്ചൻ്റെ വീടിൻ്റെ അവിടെ നിന്നായിരുന്നു ബസ്സിന് കയറിക്കൊണ്ടിരുന്നത്. ഒരു കാലിന് മുട്ട് വരെ ഒരു കാലുള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങനെ ബസ്സിൽ കയറാനായിട്ട് അവിടെ വന്ന് നിന്നിട്ടാണ് ബസ്സിന് കയറി പോണത്. അപ്പം അവളുടെ അടുത്ത് ഞാൻ ചോദിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ പലരും എനിക്ക് വായിച്ച് തരും, എൻ്റെ നോട്ടുകളൊക്കെ വായിച്ച് തന്നും. അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഒരു വർഷം എനിക്ക് പാസ്സാകാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സും അന്നത്തെ ആ മാനേജ്മെൻറ്റൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അവരെന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് പലതരത്തിൽ കുറച്ച് നേരമൊക്കെ ക്ലാസ്സിൽ പോയിരിക്കും. പക്ഷേ ഫുൾ ടൈം ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല, കാരണം കണ്ണിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണിൽ നിന്നൊക്കെ എപ്പോഴും വെള്ളം വരും. കണ്ണിൻ്റെ മോളിക്കടെ ഭയങ്കര 2 കണ്ണിലും കുരു വരുമായിരുന്നു. മരുന്നിൻ്റെയൊക്കെ എഫക്റ്റാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പോവും. പിന്നെ ക്ലാസ്സിൽ ഫുൾ ടൈം ക്ലാസ്സിലിരിക്കില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ സിസ്റ്റർമാരാണെങ്കിലും ടീച്ചർമാരാണെങ്കിലും ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ സഹായിച്ചുകൊണ്ടാണ് ആ ഒരു വർഷം എനിക്ക് ജയിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ആ ഒരു വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആബ്സെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ക്ലാസ് ഫുൾ ഇരിക്കാതെയൊക്കെ അങ്ങനെയൊന്നും ആരും സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു വർഷം എന്നെ ജയിപ്പിക്കാൻ വേണ്ടി എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സും അതുപോലെ എൻ്റെ ഫാമിലിയിലുള്ളവരും പലരും എനിക്ക് നോട്ടൊക്കെ വായിച്ചു തരുകയും ബുക്ക് വായിച്ചു തരുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ആ ഒരു വർഷം എനിക്ക് ജയിക്കാൻ പറ്റിയത്. അപ്പോൾ അവരെയൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.